പുതിയ തലവനെ തിരഞ്ഞെടുക്കാനായി കർദിനാൾമാരുടെ കോൺക്ലേവ് ചേരുമ്പോൾ 4 പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട്. കോൺക്ലേവിനായി കർദിനാൾമാർ വത്തിക്കാനിൽ എത്തുന്നത് മുതൽ ഒരു പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുന്നതുവരെ ഈ 4 സ്ഥലങ്ങൾ കോൺക്ലേവിൽ വളരെ വലിയ സ്ഥാനം വഹിക്കുന്നുണ്ട്. കോൺക്ലേവിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിനും ഇലക്ടർമാരായ കർദിനാൾമാർ കോൺക്ലേവ് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ പുറം ലോകമായി യാതൊരു ബന്ധവും പുലർത്തുന്നില്ല. കോൺക്ലേവിനായി താൽക്കാലികമായി അടച്ച ചാപ്പൽ കോൺക്ലേവിന് ശേഷമേ വിശ്വാസികൾക്കായി തുറക്കൂ. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക, സിസ്റ്റീൻ ചാപ്പൽ, പൗളിൻ ചാപ്പൽ, കാസ സാന്താ മാർത്ത എന്നിവയാണ് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കാനായി കോൺക്ലേവ് ചേരുമ്പോൾ മുതൽ കർദിനാൾ ഡീക്കൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിലെത്തി ഹബേമോസ് പാപ്പ നമുക്ക് പാപ്പയെ കിട്ടി എന്ന് ലത്തീനിൽ വിളിച്ചു പറയുന്നതുവരെ ഓരോ ചടങ്ങുകളും നടക്കുന്നത് ഈ സ്ഥലങ്ങളിലാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക കോൺക്ലേവിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. കോൺക്ലേവിന്റെ ആദ്യ ദിവസം മുതൽ കോൺക്ലേവ് അവസാനിക്കുന്നതുവരെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വിശുദ്ധ കുർബാനയോടെയാണ് പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പരിപാടികൾ ആരംഭിക്കുന്നത്. പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾക്കായി പരിശുദ്ധാത്മാവിനോട് ബസിലിക്കയിൽ നിന്ന് കർദിനാൾമാർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഹബേമോസ് പാപ്പ നമുക്ക് പാപ്പയെ കിട്ടിയെന്ന് ലത്തീനിൽ വിളിച്ചു പറയുന്നതും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കോൺക്ലേവിൽ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയ്ക്ക് വലിയ പങ്കുണ്ട്. സിസ്റ്റീൻ ചാപ്പൽ. കോൺക്ലേവ് ആരംഭിക്കുന്നതിന് മുമ്പ് പൗളിൻ ചാപ്പലിൽ നിന്ന് പ്രദക്ഷിണമായാണ് കർദിനാൾമാർ സിസ്റ്റീൻ ചാപ്പലിൽ എത്തുന്നത്. തുടർന്ന് പൊന്തിഫിക്കൽ ആരാധനക്രമങ്ങളുടെ ചുമതലയുള്ള മാസ്റ്റർ കോൺക്ലേവിൽ പങ്കെടുക്കാത്ത എല്ലാവരോടും സിസ്റ്റീൻ ചാപ്പൽ വിട്ട് പുറത്തു പോകാൻ ഉത്തരവിടുന്നു. അതിനുശേഷം കർദിനാൾമാർക്കായുള്ള ധ്യാനം നടക്കുന്നു. കർദിനാൾ കോളേജിന്റെ ഡീൻ കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്ററിയുടെ നേതൃത്വത്തിലാണ് സിസ്റ്റീൻ ചാപ്പലിൽ പോട്ടെടുപ്പ് ആരംഭിക്കുന്നത്. 1473-81 കാലത്ത് നിർമ്മിച്ച ഈ മന്ദിരം സിക്സ്റ്റസ് 4 മാർപ്പാപ്പയുടെ ഓർമ്മയ്ക്കായാണ് സിസ്റ്റീൻ ചാപ്പൽ എന്ന് നാമകരണം ചെയ്തത്. സിക്സ്റ്റസ് 4 പാപ്പയുടെ നിയോഗത്തിന് ശേഷമാണ് ആദ്യമായി കോൺക്ലേവ് ചേർന്നത്. വിഖ്യാത ചിത്രകാരന്മാരുടെ കലാസൃഷ്ടികളാൽ സമ്പന്നമാണ് ഇവിടം. ആദ്യ മനുഷ്യന് ജീവൻ നൽകുന്ന ദൈവത്തിന്റെ കൈ, അന്ത്യന്യായവിധി ഉൾപ്പെടെ മൈക്കലാഞ്ചലോയുടെ ഒട്ടേറെ രചനകൾ ചാപ്പലിന്റെ സീലിംഗിലും ചുമരുകളിലുമായിട്ടുണ്ട്. പൊടിയും ഈർപ്പവും കാർബൺ ഡയോക്സൈഡ് എന്നിവയും അന്തരീക്ഷത്തിലെ വ്യതിയാനങ്ങളും മൂലം മങ്ങലേറ്റ ചുമർ ചിത്രങ്ങൾ സംരക്ഷിക്കുന്നതിനായി 1980-94 കാലത്ത് പുനരുദ്ധാരണം നടത്തിയിരുന്നു. പൗളിൻ ചാപ്പൽ. പൗളിൻ ചാപ്പലിലാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദിനാൾമാരും ഉദ്യോഗസ്ഥരും പ്രതിജ്ഞയെടുത്തത്. അപ്പസ്തോലിക് കൊട്ടാരത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പൗളിൻ ചാപ്പൽ കോൺക്ലേവുകൾ, സ്വകാര്യ പാപ്പൽ പ്രാർത്ഥന എന്നിവയുൾപ്പെടെ വിവിധ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലമാണ്. മുൻകാലങ്ങളിൽ പൗളിൻ ചാപ്പലിലും കോൺക്ലേവ് നടന്നിട്ടുണ്ട്. കാസ സാന്താ മാർത്ത. കോൺക്ലേവിനായി എത്തുന്ന കർദിനാൾമാർ താമസിക്കുന്ന ഔദ്യോഗിക വസതിയാണ് കാസ സാന്താ മാർത്ത. ഇലക്ടർമാരായ കർദിനാൾമാർ കോൺക്ലേവ് ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ കർദിനാൾമാർക്ക് സാന്താ മാർത്തയ്ക്ക് പുറത്ത് താമസിക്കാൻ അനുവാദമില്ല. 2013 മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തത് മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പ കാസ സാന്താ മാർത്തയുടെ സ്യൂട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. കാസ സാന്താ മാർത്തയുടെ നിർമ്മാണത്തിന് മുമ്പ് കോൺക്ലേവുകളിൽ പങ്കെടുക്കുന്ന കർദിനാൾമാർ അപ്പസ്തോലിക് പാലസിലായിരുന്നു താമസിച്ചിരുന്നത്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക, സിസ്റ്റീൻ ചാപ്പൽ, പൗളിൻ ചാപ്പൽ, കാസ സാന്താ മാർത്ത എന്നിവയാണ് കോൺക്ലേവിലെ പ്രധാന സ്ഥലങ്ങൾ. കോൺക്ലേവിലെ ദിനങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ പോകുന്ന സ്ഥലങ്ങളാണിവ.